ഹായ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാല് നമുക്ക് യൂറോപ്പിൽ എങ്ങനെ നാടൻ മലബാരി ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി നമ്മളിതാ ഇവിടെ ഒരു തുർക്കിഷാര കടയിൽ നിന്ന് നല്ല ഹലാലായ ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ബാക്കി പരിപാടിയൊക്കെ നോക്കാം. പിന്നെ കുറച്ച് ടാസ്ക്കാണ് ഇവിടെ ഹലാൽ ബീഫൊക്കെ കിട്ടാൻ. ഇത് ഏകദേശം നാട്ടിലത്തെ ബീഫൊക്കെ പോലെ തന്നെ ഉണ്ട്. ബാക്കി സൂപ്പർ മാർക്കറ്റിൽ ഒന്നും ഇത്ര ഒരു ക്വാളിറ്റി ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മീഡിയം സൈസിൽ നമ്മുടെ ബിരിയാണി പീസിൻ്റെ ഒക്കെ കണക്കിന് കട്ട് ചെയ്ത് തുടങ്ങി. ഇനിയിപ്പോൾ ഇത് കുക്കറിലിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ എന്നാലും നമുക്ക് ബിരിയാണിയിൽ അല്ലെങ്കിൽ കുറേ സമയം വേവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറച്ച് വേവ് നമ്മൾ കുക്കറിലിട്ടിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇത് കട്ട് ചെയ്ത് കഴിയട്ടെ ആദ്യം. ഇതാണ് നല്ല പീസാക്കി കട്ട് ചെയ്തത്. അപ്പോൾ നമ്മളിതാ ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് ഇതിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചിയും അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു 4-5 വിസിലടുപ്പിച്ചെടുക്കാം. ബീഫിലിതാ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വിസിലടുപ്പിക്കാൻ പോവാണ്. ആദ്യം ഇത് ഒന്ന് ഇട്ടിട്ട് ഇളക്കാം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുക്കറിലൊരു 5-6 വിസിൽ അപ്പോഴത്തേന് സെറ്റ് ആകുമായിരിക്കും. നല്ല ഇളയ ബീഫാണ്. നമ്മൾ നോക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ ഇത്, അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചു, കുക്കർ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് വിസിൽ വന്നിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാനുണ്ട്. നമുക്ക് ഉള്ളി, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതേപോലെ നമുക്ക് മെയിൻ ടാസ്ക് ആയ റൈസ് അതെങ്ങനെ കറക്റ്റായി വേവിക്കുക എന്നുള്ളതും നോക്കാം. അതാണ് ഇപ്പം ഇനി അടുത്ത ടാസ്ക്. അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടാവുന്നതിൽ അത്യാവശ്യം നല്ലൊരു ബസ്മതി റൈസ്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബീഫ് ഏകദേശം ഫുള്ളാക്കി ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ ചീറ്റുന്നുണ്ട്. എന്നാലും വെന്ത് കിട്ടിയാൽ മതിയായിരുന്നു. വിസിലുകളതാ വരുന്നുണ്ട്. അതിൽ പിന്നെ ബീഫ് ഫുള്ളാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര അലമ്പായത്. ചെറിയ കുക്കറാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ബസ്മതി റൈസ്. നമ്മുടെ നാട്ടിൽ ചീരോത്തരി എന്ന് പറയും. പിന്നെ അപ്പോൾ ഇത് കഴുകിയിട്ട് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണിക്കും റൈസിനും വേണ്ടിയിട്ടുള്ള ഉള്ളി അരിയാണ്. ഉള്ളി കുറച്ച് നമുക്ക് വറുക്കാനും വേണം, കുറച്ച് നമുക്ക് മസാല ഉണ്ടാക്കാനും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും കൂടുതൽ കട്ട് ചെയ്തുകൊണ്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള ബട്ടറാണ് ഇട്ടുകൊണ്ട് വെക്കണം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല കോക്കനട്ട് ഓയിലാണ്, നല്ല വെളിച്ചെണ്ണ. ഇത് കട്ട പിടിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ കുപ്പീൻ്റെ അവസ്ഥ കണ്ടാൽ അറിയാം. ഉരുക്കി എടുക്കില്ല, ഇത്രയും കട്ടയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാണ് റൈസിലോട്ട്. അപ്പോൾ സ്പൈസസ് അത്യാവശ്യം നമ്മൾ ഇടുക. കുറച്ച് ചോയൊക്കെ നിന്നോട്ടെ റൈസിൽ. യു മീൻ ടേസ്റ്റ്? യെസ്. നമ്മൾ റൈസിലേക്ക് കുറച്ച് സവാള, നമ്മൾ വലിയ ഉള്ളി എന്ന് പറയും. ഇവിടുത്തെ ഉള്ളിയൊക്കെ ഈ കളറാണ്, വൈറ്റ് കളർ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് അരി ഇടുകയാണ്. ഫസ്റ്റ് നമ്മൾ അരി ഇട്ടൊന്ന് ജസ്റ്റ് വറുത്തിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് തിളപ്പിക്കാൻ. അപ്പോൾ നമ്മൾ 3.5 ഗ്ലാസ് അരിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അത് ഇതിലെടുത്തു. പിന്നെ അതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട്. അപ്പോൾ ഇതിന് തിളച്ച് റൈസ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളി കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനി കുറച്ച് മസാലയിലും ഇടണം, അതേപോലെ ബിരിയാണീൻ്റെ ദമ്മിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലും ഇടണം. അപ്പോൾ റൈസ് ഏകദേശം ആവാനായാണ്. പിന്നെ കുറച്ച് ലോ ഫ്ലെയിമിൽ അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ ജസ്റ്റ് വെന്ത് വരും. അപ്പോൾ കുറച്ച് ഉള്ളി ഇത് അവിടെ പൊരിച്ച് കഴിഞ്ഞു, കുറച്ച് പൊരിക്കുന്നുണ്ട്. പിന്നെ ചോറ് ഏകദേശമായി. ഇനി നമുക്ക് മസാലൻ്റെ പ്രിപ്പറേഷൻസാണ്. ഇനി ഇഞ്ചി കട്ട് ചെയ്ത്, പിന്നെ സവാള കട്ട് ചെയ്ത്, പിന്നെ ടൊമാറ്റോ കട്ട് ചെയ്യണം, അങ്ങനെ മല്ലിയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ തക്കാളി കട്ട് ചെയ്ത് തുടങ്ങി. ഒരു 3 തക്കാളി എടുത്തേ. അപ്പോൾ അത് പെട്ടെന്ന് തീർക്കാം. അങ്ങനെ
അങ്ങനെ ബിരിയാണിക്ക് ആവശ്യമായ ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണീൻ്റെ മസാലേൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസൊക്കെ മാറ്റി ഇനിയിപ്പോൾ ഇതിൽ ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഇടാം. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വാട്ടിയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാണ് ഇപ്പോൾ. പിന്നെ ഇതൊന്ന് സെറ്റായതിനു ശേഷം നമ്മൾ തക്കാളി ചേർക്കും. അപ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തക്കാളിയൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് പതിയ മസാലകളൊക്കെ ചേർക്കാം. ഈ ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഫസ്റ്റ് ഇടാണ്. ഇനി കുറച്ച് മുളക് പൊടി. കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ ചുവപ്പ് കളറായിപ്പോൾ നമുക്ക് നല്ല മസാലേൻ്റെ കളർ തന്നെ വരണം. പിന്നെ കുറച്ച് ഗരം മസാല. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തലശ്ശേരി സ്പെഷ്യൽ ബിരിയാണി മസാല. അപ്പോൾ ഇതാണ് അതിൻ്റെ പൊടി. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് നോക്കാം. അപ്പോൾ ബിരിയാണി മസാല നമ്മൾ ഇതാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കാം. കുരുമുളക് പൊടി നേരത്തെ വിട്ടുപോയി. അപ്പോൾ അതിപ്പം ചേർത്താലും കുഴപ്പമില്ല. അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മളെ മെയിൻ ടാസ്ക്, നമ്മളെ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് നമ്മൾ മസാലയ്ക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ബീഫ് നല്ലപോലെ വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം 1 kg ബീഫാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ ബീഫ് മസാല നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയില നേരത്തെ ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി അത് ജസ്റ്റ് ഇടാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ് ഇനി. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഒരു 5-10 മിനിറ്റായി വേവിക്കുന്ന. ഏകദേശം ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതാണ്. പിന്നെ ഏകദേശം കണ്ടിട്ട് നല്ല മസാല പിടിച്ച പോലെ ഉണ്ട്. കണ്ടില്ല, അടിപൊളി. ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നു, ദമ്മിടുന്നു. അപ്പോൾ അതിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ ബിരിയാണി വെക്കാൻ ഒരുപാട് പേരുള്ളതുകൊണ്ട് ഇത് പിടിച്ചു തരാനും വീഡിയോ എടുക്കാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ അതെ, അപ്പോൾ ഇത് ഫുള്ള് ഇതിലേക്ക് തട്ടുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അല്ലാണ്ട് ഇപ്പം എന്താ, ഞങ്ങൾ റിവ്യൂ പറയും. അതെ, നമ്മളിപ്പോൾ യൂറോപ്പിൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട്. കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ്, ഇനി വറുത്ത് വെച്ച ഉള്ളി, ഇത് ഏകദേശം ഫുള്ളായിട്ട് തന്നെ ഇടാം. നല്ല ചൊയ വന്നോട്ടെ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിൽമ നെയ്യ്, അങ്ങനെ അത് മുകളിൽ ജസ്റ്റ് ഇടാണ്. എന്നിട്ട് ഉരുകി താഴോട്ട് പോട്ടെ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളി മാത്രം വെച്ചത്. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോവാണ്. അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-20 മിനിറ്റായി ദമ്മ് ചെയ്തിട്ട് സെറ്റ്. അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിച്ച് റൈസ് മാറ്റാൻ പോവാണ്. നമുക്ക് അടിയിൽ മസാലയൊക്കെ നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് എന്തായാലും. അങ്ങനെ നമ്മൾ റൈസ് മാറ്റി. എന്താ മസാല, മസാലയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാവർക്കും സെർവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഏകദേശം മൊത്തം വിളമ്പി കഴിഞ്ഞു.
ഇനി നമുക്ക് ഇവരെ ഫീഡ്ബാക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. ഫായിസേ എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. അശ്വിൻ അർഷദേ അടിപൊളി. അതാണ്. അങ്ങനെ നമ്മൾ പിന്നെ ബീഫ് ബിരിയാണി ഏകദേശം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് ബിരിയാണി അടിപൊളിയാണ്. ഞാൻ കഴിച്ചപ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുമുണ്ട്. പിന്നെ അങ്ങനെ എൻ്റെ ഈ ബീഫ് ബിരിയാണീൻ്റെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ഏതെങ്കിലും വീഡിയോസ് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.